ജിയോപൊളിറ്റിക്സിലും ടെക്നോളജിയിലും ഒരേ സമയം വൻ അട്ടിമറികളും മാറ്റങ്ങളുമാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ട അയൽപക്കത്ത് ഇന്ത്യയുടെ നെഞ്ചിടിപ്പ് കൂട്ടി ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖം ചൈന ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കുമ്പോൾ അപ്പുറത്ത് റഷ്യയുടെ കോടികളുടെ മിസൈൽ കോട്ടകളെ വെറും ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകൾ കൊണ്ട് യുക്രൈൻ തകർത്തെറിയുന്ന ഒരു അസിമെട്രിക് വാർഫെയറിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനിടയിൽ മനുഷ്യന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ടെക്നോളജിയുമായിട്ട് ഇലോൺ മസ്ക് 55-ാം വയസ്സിൽ ലോകത്തെ ആദ്യത്തെ ഒഫീഷ്യലായിട്ടുള്ള ട്രില്യണറായിട്ട് ചരിത്രം കുറിക്കുകയാണ്. ഈ ആഗോള സംഭവ വികാസങ്ങളെല്ലാം പരസ്പരം എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇവ നമ്മുടെ നാളെ എങ്ങനെ മാറ്റുമെന്നും നോക്കാം. വെൽക്കം ടു ലോക. നമ്മുടെ തൊട്ട അയൽപക്കത്ത്, അതായത് ദക്ഷിണേഷ്യയിൽ വളരെ നിശബ്ദമായി എന്നാൽ ഇന്ത്യയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു വമ്പൻ ഭൂരാഷ്ട്രീയ അട്ടിമറി നടന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏറെ തന്ത്രപ്രധാനമായ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള വാണിജ്യ വഴി തുറക്കേണ്ടിയിരുന്ന ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തിന് സമീപമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല ബംഗ്ലാദേശ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ചൈനയ്ക്ക് കൈമാറിയിരിക്കുന്നു. അതെ, ചൈനയുടെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ചൈന സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ CCECC ഈ പ്രൊജക്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ഔദ്യോഗിക ബീജിംഗ് സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നിർണായക കരാർ ഒപ്പിട്ടത്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ ചൈനീസ് സാന്നിധ്യം ശക്തമാക്കുന്ന ഈ നീക്കം ഇന്ത്യൻ ഡിഫൻസ് ലൈനിന് വലിയൊരു വെല്ലുവിളിയാണ്. ഒരിക്കൽ ഇന്ത്യ ചെയ്യാനിരുന്ന ഈ മെഗാ പ്രൊജക്ട് എങ്ങനെയാണ് പെട്ടെന്ന് ചൈനയുടെ കൈകളിൽ എത്തിയത്? ഇത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയെയും ബിസിനസിനെയും എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം. 2015 അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്താണ് മോംഗ്ലയിലും ചിറ്റഗോങ്ങിലും ഇക്കണോമിക് സോണുകൾ വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ആദ്യമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നത്. ഇന്ത്യ നൽകിയ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫണ്ടിംഗ് ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്ലാനിംഗ്. ഇതിന്റെ ഭാഗമായിട്ട് മോംഗ്ല തുറമുഖത്തെയും ഖുൽനെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ ലൈൻ ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് 2018 ഇന്ത്യൻ സർക്കാർ ഇതിന്റെ വികസന ചുമതല പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ ഹിരാനന്ദാനി ഗ്രൂപ്പിന് നൽകുകയും 2022 കരാർ ഔദ്യോഗികമായിട്ട് ഒപ്പിടുകയും ചെയ്തു. എല്ലാം സ്മൂത്ത് ആയിട്ട് പോവുകയായിരുന്നു. എന്നാൽ 2024 ബംഗ്ലാദേശിൽ ഉണ്ടായ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും തുടർന്നുണ്ടായ രാഷ്ട്രീയ അട്ടിമറിയും ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള പലായനവും കളി മുഴുവൻ മാറ്റിമറിച്ചു. പിന്നീട് വന്ന മുഹമ്മദ് യൂനിസിന്റെ താൽക്കാലിക സർക്കാരിന്റെ കാലത്ത് ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഒപ്പം രാജ്യത്ത് ഇന്ത്യ വിരുദ്ധ വികാരം ആളി കത്തുകയും ചെയ്തു. ഒടുവിൽ ഇന്ത്യയുടെ കടുത്ത വിയോജിപ്പുള്ള BNP പാർട്ടി അധികാരത്തിൽ വരികയും 2026 ഫെബ്രുവരിയിൽ താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതല ഏൽക്കുകയും ചെയ്തതോടെ ചൈനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായി. കരാർ വ്യവസ്ഥ അനുസരിച്ച് 2022 ഒപ്പിട്ട ശേഷം 2 വർഷത്തിനുള്ളിൽ പണി തുടങ്ങാൻ ഇന്ത്യൻ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്ന ടെക്നിക്കൽ റീസൺ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് ഇക്കണോമിക് സോൺ അതോറിറ്റി BEZA 2025 ഒക്ടോബറിൽ ഈ ഒരു പ്രൊജക്ട് ഔദ്യോഗികമായി റദ്ദാക്കി. ആ സുവർണ അവസരം കൃത്യമായിട്ട് മുതലെടുത്ത ചൈനീസ് എംബസി തങ്ങളുടെ വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും ഒടുവിൽ താരിഖ് റഹ്മാന്റെ ബീജിംഗ് സന്ദർശന വേളയിൽ ഇത് ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കുകയുമാണ് ഉണ്ടായത്. ഇനി ഈ തന്ത്രപ്രധാനമായ തുറമുഖത്ത് ചൈന എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. പ്രധാനമായും 2 ഘട്ടങ്ങളായിട്ടാണ് ചൈനീസ് കമ്പനിയായ CCECC തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് പോർട്ട് മോഡേണൈസേഷൻ ആണ്. പോർട്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ $370 മില്യൺ മെഗാ പ്രൊജക്ട് ആണ് അവർ കൊണ്ടുവരുന്നത്. ഇതിലൂടെ 2 പുതിയ കണ്ടെയ്നർ ജെട്ടികളും അതുപോലെ ആധുനിക കണ്ടെയ്നർ യാർഡുകളും അവർ നിർമ്മിക്കും. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, മനുഷ്യ സഹായമില്ലാതെ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന അത്യാധുനിക ഓപ്പറേറ്റർ ക്രെയിൻ സിസ്റ്റംസ് ചൈന ഇവിടെ സ്ഥാപിക്കുമെന്നതാണ്. ബംഗ്ലാദേശിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഹൈടെക് സാങ്കേതിക വിദ്യ വരുന്നത്. ഇത് പൂർത്തിയാക്കുന്നതോടെ മോംഗ്ല തുറമുഖത്തിന്റെ വാർഷിക ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി 3.94 ലക്ഷം TEU, അതായത് 20 ഫുഡ് ഇക്വലന്റ് യൂണിറ്റ് ആയിട്ട് വർദ്ധിക്കും. അതായത് നിലവിലുള്ള കപ്പാസിറ്റിയുടെ ഏകദേശം 2.5 ഇരട്ടി വരും. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് മെഗാ ഇൻഡസ്ട്രിയൽ സോൺ ആണ്. പോർട്ടിന് തൊട്ടടുത്തുള്ള 110 ഏക്കർ ഭൂമിയിൽ ഒരു ഭീമൻ ചൈനീസ് പ്രത്യേക സാമ്പത്തിക വ്യാവസായിക മേഖല അവർ വികസിപ്പിക്കും. ഇവിടെ ടെലികോം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറികളും ചൈനീസ് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള ഭീമൻ വെയർഹൌസുകളും വരും. സ്ഥലം ബംഗ്ലാദേശ് നൽകുമ്പോൾ മുഴുവൻ പണവും നിക്ഷേപിക്കുന്നതും നിർമ്മിക്കുന്നതും ചൈനയാണ്. ഇതുകൂടാതെ ചിറ്റഗോങ്ങിലെ ചൈനീസ് സാമ്പത്തിക മേഖലയുടെ വികസനവും ചൈന തന്നെ ഏറ്റെടുക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മോംഗ്ല പോർട്ട് കരാറിനൊപ്പം ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്, ടീസ്റ്റ റിവർ ബേസിൻ പ്രോജക്ട്. ഈ പ്രോജക്റ്റിൽ ചൈനയെ പങ്കാളിയാക്കാൻ ബംഗ്ലാദേശ് എടുത്ത പുതിയ തീരുമാനമാണത്.
സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന തീസ്ത നദിയുടെ സംരക്ഷണവും ആധുനിക മാനേജ്മെന്റും ഇനി ചൈനയുടെ ടെക്നിക്കൽ മേൽനോട്ടത്തിലായിരിക്കും. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ദീർഘകാലമായിട്ട് വാട്ടർ ഷെയറിംഗ് തർക്കം നിലനിൽക്കുന്ന നദിയാണിത്. ഈ നദിയിലെ 100 കിലോമീറ്ററിലധികം ദൂരം ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആഴം കൂട്ടുകയും വലിയ ജലാശയങ്ങൾ നിർമ്മിക്കുകയുമാണ് ലക്ഷ്യം. എന്നാൽ ഇതിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കിയാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇതൊരു വലിയ ആഘാതമാണ്. ഈ ചൈനീസ് പ്രൊജക്ട് സൈറ്റ് ഇന്ത്യയുടെ ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോറിൽ നിന്നും കേവലം 100 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ അതീവ തന്ത്രപ്രധാനമായ ഭൂപ്രദേശം ചൈനയുടെ റേഡാർ നിരീക്ഷണ വലയത്തിലാകാൻ ഇത് കാരണമാകും. പോരാത്തതിന് ബംഗ്ലാദേശിലെ ലാൽ മോനർഹാട്ടിലുള്ള പഴയ എയർപോർട്ട് വികസിപ്പിക്കാനും ചൈനീസ് ഉദ്യോഗസ്ഥർ ഇതിനകം സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ഇത് യാഥാർത്ഥ്യമായാൽ വടക്കു കിഴക്കൻ അതിർത്തിയിലെ ഇന്ത്യൻ സൈനിക നീക്കങ്ങളും എയർ ബേസുകളും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതുവരെ ബംഗാൾ ഉൾക്കടലിൽ, അതായത് ബേ ഓഫ് ബംഗാളിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന തന്ത്രപരമായ മുൻതൂക്കത്തിന് മേലാണ് ചൈന ഇപ്പോൾ നിഴൽ വീഴ്ത്തുന്നത്. സാധാരണ ഒരു വാണിജ്യ തുറമുഖ കരാർ എന്നതിനപ്പുറം ഭാവിയിൽ ഇതൊരു മിലിറ്ററി ബേസ് ആക്കി മാറ്റാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് മുൻ നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്രീലങ്കയിലെ ഹംബൻതോട്ട തുറമുഖം കടക്കണിയിൽപ്പെടുത്തി 99 വർഷത്തേക്ക് ചൈന സ്വന്തമാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സമാനമായ രീതിയിൽ ബംഗ്ലാദേശിലെ കോക്സ് ബാസാർ പ്രദേശത്ത് ഇതിനകം തന്നെ ചൈന ഒരു സബ്മറൈൻ ബേസ് BNS ഷേഖ് ഹസീന നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഒരേ സമയം 6 അന്തർവാഹിനികൾക്കും 8 യുദ്ധക്കപ്പലുകൾക്കും ഇവിടെ നിലയുറപ്പിക്കാൻ സാധിക്കും. ചൈനീസ് യുദ്ധക്കപ്പലുകൾ നിരന്തരമായിട്ട് ചിറ്റഗോങ്ങിലും അതുപോലെ മോംഗ്ലയിലും വന്നെത്തുന്നത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. ചൈന തങ്ങളുടെ ഭൂരിഭാഗം മാരിടൈം ട്രേഡിംഗിനും ആശ്രയിക്കുന്നത് മലാക്ക കടലിടുക്കിനെയാണ്. ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധമുണ്ടായാൽ മലാക്ക കടലിടുക്ക് ഇന്ത്യൻ നേവി ബ്ലോക്ക് ചെയ്യുമെന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അതിനെ മറികടക്കാനുള്ള ബദൽ മാർഗമായിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ ഇത്തരം തുറമുഖങ്ങൾ ചൈന വികസിപ്പിക്കുന്നത്. ഇന്ത്യയെ ചുറ്റിവെക്കാൻ ചൈന നടപ്പിലാക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് അഥവാ മുത്തുമാല തന്ത്രത്തിന്റെ വലിയൊരു വിജയമാണിത്. ഇനി ഈ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളമുള്ള ചൈനയുടെ വാണിജ്യ നാവിക അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ശൃംഖലയെ പരാമർശിക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ സൈനിക തന്ത്രമാണ്. ഇസ്ലാമാബാദിനും കൊളംബോയ്ക്കും ശേഷം ഇപ്പോൾ ബംഗ്ലാദേശിലും അവർ ഇത് നടപ്പിലാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നഷ്ടമാണ്. സുരക്ഷാ ഭീഷണികൾക്ക് പുറമെ വലിയൊരു ബിസിനസ് തിരിച്ചടിയും ഇതിലൂടെ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. 2018 ബംഗ്ലാദേശ് തങ്ങളുടെ ചിറ്റഗോങ്, മോംഗ്ല തുറമുഖങ്ങൾ ഇന്ത്യൻ ചരക്ക് നീക്കങ്ങൾക്കായിട്ട് തുറന്നു നൽകിയിരുന്നു. മോംഗ്ല തുറമുഖത്തിന്റെ കൺട്രോള് ഇന്ത്യക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് വളരെ എളുപ്പമാകുമായിരുന്നു. നിലവിൽ കൊൽക്കത്തയിൽ നിന്ന് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലേക്ക് ചിക്കൻസ് നെക്ക് വഴി കിലോമീറ്ററുകളോളം റോഡ് മാർഗം ഏകദേശം 1600 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാൽ മോംഗ്ല തുറമുഖം വഴിയാണെങ്കിൽ ഈ ദൂരം വെറും 220 കിലോമീറ്ററായി കുറയുമായിരുന്നു. കുറഞ്ഞ ചിലവിൽ ചരക്കുകൾ എത്തിക്കാനുള്ള ഇന്ത്യയുടെ വലിയ വാണിജ്യ സ്വപ്നങ്ങളാണ് ചൈനയുടെ കടന്നുവരവോടെ തകിടം മറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ചൈന ഇങ്ങനെ വളയുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുകയാണോ? ഒരിക്കലുമല്ല. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തെ ചെറുക്കാൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കൗണ്ടർ സ്ട്രാറ്റജിയാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ് അഥവാ വജ്രമാല തന്ത്രം. ഇതിന്റെ ഭാഗമായിട്ട് സിംഗപ്പൂർ ഷാങ്ഹായ് നേവൽ ബേസ് ഉണ്ട്, ഇന്തോനേഷ്യ സബാങ് പോർട്ട് ഉണ്ട്, ഒമാൻ ദുഖും പോർട്ട്, ഇറാനിലെ ചബഹ പോർട്ട്, വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ശക്തമായ മിലിറ്ററി ആൻഡ് കൊമേഴ്ഷ്യൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയെ തിരിച്ചു വളയുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇത് മാത്രമല്ല, ആന്ധ്രാപ്രദേശിലെ റാംബില്ലയിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്ന INS വർഷ എന്ന അത്യാധുനിക നേവൽ ബേസ് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളുടെ പ്രധാന ഒളിത്താവളമായിട്ട് മാറും. കൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്ത ട്രൈ കമാൻഡ് ശക്തമാക്കി മലാക്ക സ്ട്രേറ്റിലെ ചൈനീസ് നീക്കങ്ങളെ ഇന്ത്യ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. മൗറീഷ്യസിലെ അഗലിക ദ്വീപിൽ ഇന്ത്യ അടുത്തിടെ നിർമ്മിച്ച എയർ സ്ട്രിപ്പും ജെറ്റിയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് അധിനിവേശത്തെ തടയാൻ സഹായിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയും അതിന്റെ ശക്തനായ നേതാവ് വ്ളാഡിമിർ പുടിനെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരമ്പരാഗത സൈനിക സങ്കല്പങ്ങളെയും യുദ്ധശാസ്ത്രത്തെയും പാടെ തിരുത്തി കുറിക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ നടക്കുന്നത്. വലിയ യുദ്ധവിമാനങ്ങളോ കോടികൾ വിലയുള്ള മിസൈലുകളോ ഇല്ലാതെ റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് 1750 കിലോമീറ്ററിലധികം തുളച്ചു കയറി അവരുടെ സാമ്പത്തിക നട്ടെല്ലായ
എണ്ണ ശുദ്ധീകരണശാലകൾ, ഓയിൽ റിഫൈനറീസിനെ തകർക്കുന്ന ഒരു മാസ് തന്ത്രമാണ് യുക്രൈൻ ഇപ്പോൾ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നത്. മോസ്കോ, ക്രാസ്നോദാർ തുടങ്ങിയ തന്ത്രപ്രധാന നഗരങ്ങളിലെ വമ്പൻ ഓയിൽ റിഫൈനറീസ് നിന്ന് ആകാശത്തേക്ക് കറുത്ത പുകകൾ ഉയരുന്ന ദൃശ്യങ്ങൾ ശരിക്കും റഷ്യയുടെ സൈനിക മേധാവിത്വത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. റഷ്യയുടെ അഭിമാന സ്തംഭങ്ങളായ S-400, പാൻസർ തുടങ്ങിയ ലോകോത്തര എയർ ഡിഫൻസ് സിസ്റ്റംസ് കാവൽ നിൽക്കുമ്പോഴാണ് യുക്രൈൻ ഈ ഒരു അട്ടിമറി വിജയം നേടുന്നത്. അത്യാധുനിക വ്യോമ പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ യുക്രൈന്റെ ചെറിയ ഡ്രോണുകൾക്ക് എങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇതിന് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെയും വിഭവങ്ങളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് യുക്രൈൻ ഇവിടെ പ്രയോഗിക്കുന്നത്. ഇതിനെയാണ് മിലിറ്ററി ഭാഷയിൽ അസിമെട്രിക് വാർഫെയർ, അതായത് അസമമായ യുദ്ധതന്ത്രം എന്ന് വിളിക്കുന്നത്. ഈ തന്ത്രം റഷ്യൻ വ്യോമ പ്രതിരോധ വ്യൂഹങ്ങളെ അപ്രസക്തമാക്കുക മാത്രമല്ല, റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയും ഇന്ധന വിപണിയും ഒരുപോലെ ഉലയ്ക്കുന്നുണ്ട്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഡ്രോണുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലളിതമായ ഒരു ഇക്കണോമിക്സ് ആണ്. യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ആയുധങ്ങളുടെ ടെക്നോളജിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ അവയുടെ നിർമ്മാണ ചെലവിനുമുണ്ട്. യുക്രൈൻ ഈ ആക്രമണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ല്യൂട്ടി അല്ലെങ്കിൽ FP1 ശ്രേണിയിലുള്ള ഡ്രോണുകൾക്ക് വരുന്ന പരമാവധി ചെലവ് വെറും 50,000 മുതൽ 2 ലക്ഷം വരെ US ആണ്. എന്നാൽ ഇവയെ അന്തരീക്ഷത്തിൽ വെച്ച് കണ്ടെത്തി വെടിവെച്ചിടാൻ റഷ്യ ഉപയോഗിക്കുന്ന ഒരൊറ്റ വ്യോമ പ്രതിരോധ മിസൈലിന് ദശലക്ഷക്കണക്കിന് ഡോളറാണ് വില വരുന്നത്. അതായത് തുച്ഛമായ വിലയുള്ള ഒരു ഡ്രോണിനെ ഇല്ലാതെയാക്കാൻ റഷ്യ തങ്ങളുടെ ഖജനാവിലെ കോടികൾ വിലമതിക്കുന്ന മിസൈലുകൾ പാഴാക്കേണ്ടി വരുന്നു. ഇത് കടുത്ത സാമ്പത്തിക അസമത്വമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരമൊരു അവസ്ഥയെ യുക്രൈൻ തങ്ങൾക്ക് അനുകൂലമാക്കുന്ന ഡ്രോൺ സ്വാംസിനെ, അതായത് ഡ്രോൺ കൂട്ടങ്ങളെ ഒന്നിച്ച് വിന്യസിച്ചുകൊണ്ടാണ്. ഓരോ രാത്രിയും നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം റഷ്യൻ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് കുതിക്കുമ്പോൾ അവയെ നേരിടാൻ റഷ്യക്ക് വലിയ തോതിൽ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് റഷ്യയുടെ അത്യാധുനിക മിസൈൽ ശേഖരം അതിവേഗം പാഴായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഇതിലും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ റഷ്യ പുതിയ പ്രതിരോധ മിസൈലുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് യുക്രൈൻ എന്ന തദ്ദേശീയമായിട്ട് ഇത്തരം ഡ്രോണുകൾ നിർമ്മിച്ചു കൂട്ടുന്നത്. ഒരു ദിവസം 2000 ഡ്രോണുകൾ വരെയാണ്. എത്ര വലിയ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും വലിയ വില കൂടിയ മിസൈലുകൾ നിരന്തരം പാഴാക്കിക്കൊണ്ട് ദീർഘകാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം യുക്രൈൻ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയാണ്. ഇനി ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വന്നാൽ റഷ്യയുടെ വിഖ്യാതമായ S-300, S-400, S-500 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ബേസിക് ഡിസൈൻ തന്നെയാണ് അവയ്ക്ക് വലിയ വിനയായിട്ട് മാറുന്നത്. ഈ അത്യാധുനിക സംവിധാനങ്ങൾ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിവേഗത്തിൽ ആകാശത്ത് ഉയർന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളെയും വലിയ ബാലിസ്റ്റിക് അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളെയും ലക്ഷ്യമിടാനും അവയെ തകർക്കാനുമാണ്. ഉയർന്ന റേഡാർ ക്രോസ് സെക്ഷൻ ഉള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കെൽപ്പുള്ള ഇവയുടെ റേഡാറുകൾക്ക് മുന്നിലൂടെയാണ് യുക്രൈൻ ചെറു ഡ്രോണുകൾ വഴുതി പോകുന്നത്. കാരണം ഈ ഡ്രോണുകൾ സഞ്ചരിക്കുന്നത് മരങ്ങൾക്കും വൻ കെട്ടിടങ്ങൾക്കും തൊട്ടുമുകളിലൂടെ വെറും 50 മീറ്ററിൽ മാത്രം താഴെ ഉയരത്തിലാണ്. ഇവയുടെ വേഗതയാകട്ടെ മണിക്കൂറിൽ പരമാവധി 150 മുതൽ 200 കിലോമീറ്റർ വരെ മാത്രവുമാണ്. റഷ്യൻ റേഡാറുകളുടെ ട്രാക്കിംഗ് അൽഗോരിതംസ് സാധാരണയായിട്ട് പക്ഷികളെയും മറ്റ് പ്രകൃതിദത്ത ചലനങ്ങളെയും ഒഴിവാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഡ്രോണുകളുടെ കുറഞ്ഞ വേഗതയും തറനിരപ്പിനോട് ചേർന്നുള്ള ആ ഒരു പറക്കലും കാരണം റഷ്യൻ റേഡാറുകൾക്ക് ഇവയെ പക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭൂമിയിലെ ചലിക്കുന്ന വസ്തുക്കളിൽ നിന്നോ വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഇതിനു പുറമെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത സാങ്കേതിക ഉപരോധങ്ങൾ കാരണം ഇത്തരം ചെറിയ ഡ്രോണുകളെ തിരിച്ചറിയാൻ ആവശ്യമായ അത്യാധുനിക ഇലക്ട്രോണിക്സ് ചിപ്പുകളും ഘടകങ്ങളും സ്വന്തമായിട്ട് നിർമ്മിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നില്ല. യുക്രൈൻ ആദ്യം റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റേഡാറുകളെയും തന്നെ ആക്രമിച്ച് അവയെ അന്ധമാക്കിയ ശേഷമാണ് പ്രധാന ലക്ഷ്യങ്ങളായ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് ഡ്രോണുകൾ തിരിച്ചുവിടുന്നത് എന്ന തന്ത്രവും ഇതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷി നിലനിൽക്കുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും ഇന്ധന വിതരണത്തിലുമാണ്. റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഓയിൽ എക്സ്പോർട്ട് ആണ് യുദ്ധത്തിന് ഫണ്ട് കണ്ടെത്താനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത്. എണ്ണ ശുദ്ധീകരണശാലകളിലെ വലിയ ഡിസ്റ്റിലേഷൻ ടവറുകളും സംഭരണശാലകളും തകർക്കപ്പെടുന്നതോടെ റഷ്യയുടെ എണ്ണ ഉൽപാദന ശേഷി കുത്തനെ ഇടിയുന്നു. ഇത്തരം അത്യാധുനിക പ്ലാന്റുകൾ തകർന്നാൽ അവ പുനർനിർമ്മിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വരെ വലിയ തുകയൊക്കെ ആവശ്യമായിട്ട് വരും എന്നതിനാൽ ഇത് റഷ്യയ്ക്ക് നികത്താനാവാത്ത വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ ആക്രമണങ്ങൾ റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ കടുത്ത ഇന്ധനക്ഷാമം ഉണ്ടാക്കിയതായിട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെ നേരിട്ട് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. റഷ്യയിലെ പ്രമുഖ നഗരങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിനായിട്ട് വലിയ ക്യൂ ആണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. സൈബീരിയയിലെ എറ്റ്സൂക്ക് പോലുള്ള വിദൂര പ്രദേശങ്ങളിൽ പോലും ഒരു വാഹനത്തിന് പരമാവധി 50 ലിറ്റർ ഇന്ധനം മാത്രമേ നൽകാവൂ എന്ന റേഷനിങ് ഏർപ്പെടുത്തി കഴിഞ്ഞു.
ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റവും ക്ഷാമവും ഒഴിവാക്കാനും പെട്രോളിന്റെയും ഡീസലിന്റെയും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനും ഡീസൽ കയറ്റുമതി താൽക്കാലികമായിട്ട് നിരോധിക്കാൻ റഷ്യൻ ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയുമാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വെറും 630 കിലോമീറ്റർ മാത്രം പരിധിയുണ്ടായിരുന്ന യുക്രൈൻ ഡ്രോണുകൾ ഇന്ന് സാങ്കേതിക പരിണാമത്തിലൂടെ 1750 കിലോമീറ്റർ അകലെയുള്ള റഷ്യൻ അതിർത്തിക്കുള്ളിലെ ലക്ഷ്യങ്ങൾ വരെ കൃത്യതയോടെ തകർക്കാൻ പ്രാപ്തി നേടിയിരിക്കുന്നു എന്നത് റഷ്യയെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. യുദ്ധഭൂമിയിലെ പരമ്പരാഗത വെടിയൊച്ചകൾക്കപ്പുറം ആകാശത്ത് നടക്കുന്ന ഈ ഡ്രോൺ മിസൈൽ പോരാട്ടം വരും ദിവസങ്ങളിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തളർത്തുമോ എന്നാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഈ പോരാട്ടം നൽകുന്ന ഏറ്റവും വലിയ പാഠം വൻകിട ആയുധങ്ങൾ കൈവശമുണ്ടെന്നത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്നതാണ്. തന്ത്രപരമായ ആസൂത്രണവും സാങ്കേതിക വിദ്യയുടെ ലളിതവും എന്നാൽ ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള പ്രയോഗവുമാണ് ആധുനിക യുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് എന്ന് യുക്രൈൻ തെളിയിക്കുന്നു. ഒരു വശത്ത് പാശ്ചാത്യ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന റഷ്യയ്ക്ക് തങ്ങളുടെ തകർന്ന റിഫൈനറീസ് നന്നാക്കാനുള്ള സാങ്കേതിക ഘടകങ്ങൾ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരും. യുക്രൈന്റെ ഈ ഡ്രോൺ തന്ത്രം വരും നാളുകളിൽ ആഗോള ഇന്ധന വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒരാളായ റഷ്യയുടെ കയറ്റുമതി തടസ്സപ്പെടുന്നത് ആഗോളതലത്തിൽ എണ്ണവില ഉയരുന്നതിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യ നൽകുന്ന ഡിസ്കൗണ്ടഡ് ക്രൂഡ് ഓയിൽ സപ്ലൈയും ഇത് ബാധിച്ചേക്കും. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ അവരുടെ തന്നെ മണ്ണിൽ പോയി സാമ്പത്തികമായിട്ട് തളർത്തുക എന്ന യുക്രൈന്റെ ഈ ഒരു തന്ത്രം ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നായിട്ട് രേഖപ്പെടുത്തും. കോടികളുടെ മിസൈൽ കോട്ടകളെ വെറും ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകൾ കൊണ്ട് തകർത്തെറിയുന്ന ഈ ഒരു കാഴ്ച ലോകമെമ്പാടുമുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പുനർചിന്തനത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ കോട്ടകളിൽ ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യകളും സ്വാം ഡ്രോൺ സംവിധാനങ്ങളും ഉൾപ്പെടുത്താൻ ഈ ഒരു യുദ്ധം വലിയൊരു കാരണമായി മാറുന്നുണ്ട്. ചൊവ്വയിൽ മനുഷ്യ കോളനി, തലച്ചോറിനുള്ളിൽ കമ്പ്യൂട്ടർ ചിപ്പ്, റോക്കറ്റുകളെ ആകാശത്ത് നിന്ന് റോബോട്ടിക് കൈകൾ കൊണ്ട് പിടിച്ചെടുക്കുന്ന ടെക്നോളജി. ഇതിനൊക്കെ പുറമെ ഇതാ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ട്രില്യനെയർ, അതായത് ലക്ഷം കോടിപതി എന്ന പദവി. പറഞ്ഞു വരുന്നത് സാങ്കേതിക വിദ്യയുടെയും ബിസിനസ് ലോകത്തിന്റെയും പര്യായമായി മാറിയ ഇലോൺ മസ്കിനെ കുറിച്ച് തന്നെയാണ്. 2026 ജൂൺ 28 മസ്ക് തന്റെ 55ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ലോകം ഇന്ന് വരെ കാണാത്ത ഒരു വൻ ബിസിനസ് വിപ്ലവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വെറും 12ാം വയസ്സിൽ സ്വന്തമായി കോഡ് ചെയ്ത ഒരു വീഡിയോ ഗെയിം വിറ്റ കുട്ടിയിൽ നിന്ന് $1.77 ട്രില്യൺ മൂല്യത്തിൽ സ്പേസ് എക്സിന്റെ മെഗാ IPO വരെ നടത്തി ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റിവരച്ച ഇലോൺ മസ്കിന്റെ കഥ ഏതൊരു സിനിമാ കഥയേക്കാളും ത്രില്ലിംഗ് ആണ്. ടെസ്ല, സ്പേസ് എക്സ്, XAI, ന്യൂറാലിങ്ക്, ബോറിംഗ് കമ്പനി, അങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. ലോകത്തെ വൻകിട ഇൻവെസ്റ്റേഴ്സും എഞ്ചിനീയർമാരും അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിൻടെക് എന്ന വാക്ക് വരുന്നതിന് മുൻപ് ഓൺലൈൻ പേയ്മെന്റ് കൊണ്ടുവന്നു. പരമ്പരാഗത കാർ കമ്പനികളെ ഞെട്ടിച്ച് ഇലക്ട്രിക് വിപ്ലവം നടത്തി. റോക്കറ്റുകൾ ലാൻഡ് ചെയ്യിച്ച് ബഹിരാകാശ യാത്രകൾ ചെലവ് കുറഞ്ഞതാക്കി. പരാജയങ്ങളുടെ വക്കിൽ നിന്ന് ഈ 55 വർഷം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത ആഗോള സാമ്രാജ്യത്തിന്റെ ഞെട്ടിക്കുന്ന ടേണിംഗ് പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിലാണ് മസ്കിന്റെ ജനനം. ചെറുപ്പത്തിലെ കമ്പ്യൂട്ടറിനോട് ഭ്രാന്തമായ ലഹരിയായിരുന്നു. വെറും 12ാം വയസ്സിൽ ബ്ലാസ്റ്റർ എന്നൊരു കോഡിംഗ് ഗെയിം നിർമ്മിച്ച് $500 വിറ്റു. 19ാം വയസ്സിൽ സ്വന്തം ഡോർമെട്രി മുറിയിലിരുന്ന് PCകൾ വിറ്റു. ഫിസിക്സിലും ഇക്കണോമിക്സിലും ബിരുദം നേടിയ ശേഷം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ചേർന്നുവെങ്കിലും 2 ദിവസം കൊണ്ട് പഠനം ഉപേക്ഷിച്ചു. കാരണം ഇന്റർനെറ്റിന്റെ തരംഗം വരുന്നത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങനെ 24ാം വയസ്സിൽ സുഹൃത്തുക്കൾക്കൊപ്പം Zip2 എന്ന ആദ്യ കമ്പനി തുടങ്ങി. 1999 അത് കോമ്പാക്ട് കമ്പനി വാങ്ങിയപ്പോൾ മസ്കിന് കിട്ടിയത് $22 മില്യൺ. ആ പണം കൊണ്ട് ആഡംബര ജീവിതമല്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഫിൻടെക് വിപ്ലവത്തിന് തുടക്കമിട്ട് X.com ബാങ്കിംഗ് സ്റ്റാർട്ടപ്പ് തുടങ്ങി. അത് പിന്നീട് വിഖ്യാതമായ പേയ്പലായി മാറി. 31ാം വയസ്സിൽ പേയ്പലിനെ eBay വാങ്ങിയപ്പോൾ മസ്കിന് ലഭിച്ചത് $180 മില്യൺ. ഈ പണം മുഴുവൻ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് പണം നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 മേഖലകളിലാണ്: സ്പേസും ഓട്ടോമൊബൈലും. 2002 30ാം വയസ്സിൽ സ്പേസ് എക്സ് സ്ഥാപിച്ചു. 2003 ടെസ്ലയുടെ അമരക്കാരനായി. എന്നാൽ 2008 കളി മാറി. ഗ്ലോബൽ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ മസ്കിന്റെ 2 കമ്പനികളും തകർച്ചയുടെ വക്കിലെത്തി. സ്പേസ് എക്സിന്റെ തുടർച്ചയായ 3 റോക്കറ്റ് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടു. ടെസ്ലയ്ക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പണമില്ലാതെയായി. ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ 2 കമ്പനികളും പൂട്ടിപ്പോകുമായിരുന്നു.
എന്നാൽ ഒടുവിൽ 4ാമത്തെ ഫാൽക്കൺ 1 വിക്ഷേപണം വിജയകരമായതും നാസ നൽകിയ നിർണായക കരാറുമാണ് മസ്കിന്റെ സാമ്രാജ്യത്തെ മരണവക്രത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അവിടെ നിന്ന് മസ്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 36ാം വയസ്സിൽ ആദ്യത്തെ ടെസ്ല റോഡ്സ്റ്റർ കാർ പുറത്തിറക്കി. 39ാം വയസ്സിൽ ടെസ്ല IPO വഴി പൊതുവിപണിയിൽ എത്തിച്ച അതേ വർഷം തന്നെ ഫാൽക്കൺ 9 റോക്കറ്റും ഡ്രാഗൺ പേടകവും വിണ്ണിലെത്തിച്ചു. 40ാം വയസ്സിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി എന്ന റെക്കോർഡ് സ്പേസ് എക്സ് സ്വന്തമാക്കി. ഒപ്പം വിപ്ലവകരമായ മോഡൽ S കാറുകളും വിപണിയിലെത്തി. 44ാം വയസ്സിൽ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ബൂസ്റ്റർ ഭൂമിയിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യിച്ചു. റോക്കറ്റുകൾ റീയൂസ് ചെയ്യാമെന്ന് തെളിയിച്ചതോടെ ബഹിരാകാശ യാത്രകളുടെ ചിലവ് കുത്തനെ ഇടിഞ്ഞു. ഇതേ പ്രായത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായിട്ട് OpenAI എന്ന സംഘടനയ്ക്ക് അദ്ദേഹം സഹസ്ഥാപകനായി തുടക്കമിട്ടത്. തുടർന്ന് 45ാം വയസ്സിൽ സോളാർ സിറ്റി ഏറ്റെടുത്തു. മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന ന്യൂറാലിങ്ക്, ടണലുകൾ നിർമ്മിക്കുന്ന ദി ബോറിംഗ് കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടു. 46ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ കൊമേഴ്ഷ്യൽ റോക്കറ്റായ ഫാൽക്കൺ ഹെവി വിക്ഷേപിച്ചു. 47ാം വയസ്സിൽ ലോകമെമ്പാടും അതിവേഗ ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭിക്കുന്നതിനുള്ള സ്റ്റാർലിങ്ക് പദ്ധതിയുടെ ആദ്യ ഉപഗ്രഹങ്ങൾ വിണ്ണിലെത്തിച്ചു. 48ാം വയസ്സിൽ സൈബർ ട്രക്കും മോഡൽ Y കാറുകളും പുറത്തിറക്കി നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെ സ്വന്തം പേടകത്തിൽ ISSൽ എത്തിച്ചു. 50ാം വയസ്സിൽ ഒപ്റ്റിമസ് എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ച മസ്ക് 51ാം വയസ്സിൽ സോഷ്യൽ മീഡിയ ഭീമനായ ട്വിറ്ററിനെ $44 ബില്യൺ വാങ്ങി ഞെട്ടിച്ചു. പിന്നീട് ട്വിറ്ററിനെ X എന്ന് പുനർനാമകരണം ചെയ്യുകയും ChatGPTയോട് മത്സരിക്കാൻ XAI എന്ന കമ്പനി സ്ഥാപിച്ച ഗ്രോക്ക് AI മോഡൽ പുറത്തിറക്കുകയും ചെയ്തു. ഇതേ വർഷം തന്നെയാണ് ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറിൽ ആദ്യമായിട്ട് വിജയകരമായി ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തത്. 53ാം വയസ്സിൽ മെംഫിസിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറായ കൊലോസസ് അദ്ദേഹം സ്ഥാപിച്ചു. കൂടാതെ സ്റ്റാർഷിപ്പിന്റെ കൂറ്റൻ ബൂസ്റ്ററിനെ വിക്ഷേപണ തറയിലെ മെക്കാനിക്കൽ കൈകൾ, അതായത് ചോപ്സ്റ്റിക് ആർംസ് എന്ന് പറയും, ഇത് ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ വെച്ച് പിടിച്ചെടുത്ത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. തന്റെ 54ാം വയസ്സിന്റെ അവസാനത്തിൽ, അതായത് 2026 ജൂൺ പകുതിയോടെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പനയിലൂടെ സ്പേസ് എക്സിനെ നാസ്ഡാക്ക് സ്റ്റോൺ എക്സ്ചേഞ്ചിൽ എത്തിച്ചുകൊണ്ട് മസ്ക് ചരിത്രം കുറിച്ചു. $1.77 ട്രില്യൺ മൂല്യത്തിലാണ് ഈ IPO നടന്നത്. ഇതിന് മുന്നോടിയായി തന്റെ AI കമ്പനിയായ XAIയെ സ്പേസ് എക്സ് പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നു. ഈ ഒരു വൻ വിജയത്തോടെ ഇലോൺ മസ്ക് ഒഫീഷ്യലായിട്ട് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആയിട്ട് മാറി. അദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി ഇന്ന് $830 ബില്യൺ $950 ബില്യൺ ഇടയിലാണ്. അതായത് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും GDPയേക്കാൾ വലുതാണ് ഇലോൺ മസ്ക് എന്ന ഒരൊറ്റ മനുഷ്യന്റെ സമ്പാദ്യം. തന്റെ 55ാം വയസ്സിലും ഇലോൺ മസ്കിന്റെ ലക്ഷ്യങ്ങൾ കേവലം ബിസിനസ് വിജയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി സ്ഥാപിക്കുക, മനുഷ്യനെ ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആക്കി മാറ്റുക എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വരും ദശകങ്ങളിലേക്കുള്ള ലക്ഷ്യങ്ങൾ. പലരും ഇലോൺ മസ്കിനെ ഒരു ഭ്രാന്തൻ എന്ന് വിളിക്കാറുണ്ട്. ചിലർ അദ്ദേഹത്തെ ലോകത്തെ മാറ്റിമറിക്കാൻ വന്ന ഒരു രക്ഷകനായി കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ സമ്മതിച്ചേ മതിയാകൂ, ഗുണമായാലും ദോഷമായാലും ആധുനിക സാങ്കേതിക വിദ്യയുടെയും മനുഷ്യരാശിയുടെയും പ്രയാണത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു വ്യവസായ പ്രമുഖൻ ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല. യുദ്ധങ്ങളും ഭൂരാഷ്ട്രീയ അട്ടിമറികളും ഒക്കെ ഒരു വശത്ത് ലോകത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള മനുഷ്യന്റെ കഴിവിനും സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ നെക്ലസ് ഓഫ് ഡയമണ്ട്സ് തന്ത്രത്തിലൂടെ സുരക്ഷാ ഭീഷണികളെ പ്രതിരോധിക്കാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇലോൺ മസ്കിനെ പോലെയുള്ള പ്രതിഭകൾ മനുഷ്യന്റെ പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയൊരു നാളേക്കായി വഴി തുറക്കുന്നു. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ശാസ്ത്രബോധത്തോടെയും അതുപോലെ കൃത്യമായ പ്ലാനിങ്ങിലും മുന്നോട്ട് പോയാൽ ഏതൊരു കെണിയെയും അതിജീവിച്ച് ശക്തമായി തിരിച്ചു വരാൻ മനുഷ്യരാശിക്ക് സാധിക്കുമെന്ന വലിയൊരു പോസിറ്റീവ് പാഠമാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.